വീട്ടിലെ ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. ആ പിശാചിന്റെ കേന്ദ്രങ്ങളിൽ കൂടുതൽ സമയം പോയിട്ടിരിക്കുന്ന സ്വഭാവം മക്കളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള മക്കൾ പിശാചിന്റെ അടിമകളാകും. അതുപോലെ പ്രായമുള്ളവരും അങ്ങനെ ബാത്റൂം, ടോയ്ലറ്റിൽ കുറെ സമയം ചെലവഴിച്ചുകൂടാ. ചില ആളുകളൊക്കെ ഉണ്ട് റമദാൻ മാസത്തിലൊക്കെ നോമ്പ് തുറന്നിട്ട് വേഗം ഉണ്ടാവില്ല, കാണൂല, ബാത്റൂം പോയിട്ടുണ്ട്, അങ്ങനെ പുക അങ്ങനെ വരുന്നുണ്ട്, വായക്കൊലക്ക് തീയിട്ട് പുകട്ട മാതിരി. അവിടെ നിന്ന് മൂപ്പര് പകല് വലിക്കാത്തതിന്റെ ദേഷ്യം മുഴുവനും ബാത്റൂം തീർക്കല. അങ്ങനെ ഒരു 4-5 സിഗരറ്റ് കത്തിച്ചിട്ട് ആസ്വദിച്ചിട്ട് മൂപ്പര് വരിക. ശൈത്വാനിന്റെ നല്ല സുഹൃത്തായിട്ട് മാറും. നോക്ക്, നിങ്ങള് 2 ദുആ ബാത്റൂമിൽ കടന്നിട്ട് 2-3 ദുആ, അതിൽ 2 എണ്ണവും പിശാചുമായി ബന്ധപ്പെട്ടതാ. എന്താ നോക്കുങ്ങള്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള വലിയ ആത്മീയതയുള്ള മഹാന്മാരായ സൂഫിയാക്കൾ ഈ ദിക്റിന്റെ സിറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്.